ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് മെയ് ജൂൺ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ 2026 ആണ്ട് മെയ് ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. വർഷം മധ്യം ആവുമ്പോഴത്തേക്കും, അതായത് ജൂൺ മാസം അവസാനമൊക്കെ ആവുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ദോഷഫലങ്ങളും കാണുന്നുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ നിങ്ങൾ വിജയപ്രതീക്ഷയോടെ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അല്പം മങ്ങലേൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇണയുടെ ഭാഗത്തു നിന്നും അത് ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിസ്സഹരണം മനസ്സ് അസ്വസ്ഥമാക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. എന്നാൽ കോടതി വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം പ്രതീക്ഷിക്കാം. സുതാര്യമായിട്ടുള്ള സമീപനങ്ങൾ അപമാനത്തെയൊക്കെ ആത്മാഭിമാനത്തിനൊക്കെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് കഴിയും. ആചാര്യ മര്യാദകളൊക്കെ പാലിക്കുന്നതിനാൽ ആത്മസംതൃപ്തിയും നിങ്ങൾക്ക് ഈ മാസങ്ങളിലൊക്കെ ലഭിക്കും. ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുന്നതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിലൊക്കെ ചെറിയതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കുക. സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികളുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒന്ന് ഒരു ചെറിയൊരു അകലം പാലിച്ച് നിൽക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. പൂർവിക സ്വത്തിന്മേലൊക്കെ അവകാശവാദവുമായിട്ട് ബന്ധുക്കളൊക്കെ വരാനുള്ള സാധ്യതയും ഈ മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്നതുകൊണ്ട് ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയൊരു അകൽച്ചയൊക്കെ മാനസികമായിട്ടൊക്കെ ഉണ്ടാവും. സ്വജനങ്ങളൊക്കെ പിരിയേണ്ട അല്ലെങ്കിൽ പിണങ്ങേണ്ട സാഹചര്യം കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ഉള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. തൊഴിൽപരമായിട്ടും മറ്റു രീതിയിലുമൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മാന്യതയും ദൃഢനിശ്ചയവും പുലർത്തുന്ന സമയമാണ് ഈ മെയ് ജൂൺ മാസം. നിങ്ങൾ വാഗ്ദാനങ്ങൾ പാലിക്കാനായിട്ട് കിണഞ്ഞി പരിശ്രമിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ സൽപ്പേര് നിലനിർത്തുന്ന ഒരു സമീപനമായിരിക്കും നിങ്ങൾ കാഴ്ചവെക്കുന്നത്. എല്ലാവരുമായിട്ട് രമ്യതയിൽ കഴിയുമെങ്കിലും ഓരോരുത്തരുമായിട്ടുള്ള ഒരു അകൽച്ച അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതാണ്, മനസ്സിലത് കാത്തു സൂക്ഷിക്കുന്നതാണ്, പുറത്ത് കാണിക്കുകയില്ല. ചില രോഹിണി നക്ഷത്രക്കാരായ വിധവകൾക്ക് പുനർവിവാഹത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കോടതി വ്യവഹാരങ്ങളിലൊക്കെ അനുകൂല വിധിയാണ് ഈ ജൂൺ മാസത്തിലൊക്കെ കാണുന്നത്. ദീർഘയാത്രകളും നിങ്ങൾ ഈ സമയത്ത് നടത്തുന്നതാണ്. കുടുംബത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞു നിൽക്കേണ്ട സാഹചര്യമൊക്കെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കാണുന്നത് തൊഴിൽപരമായിട്ടോ മറ്റു രീതിയിലോ ഒക്കെ ഒന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ കുടുംബത്തിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായിട്ട് കലഹിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വിവേചന ബുദ്ധിയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായിട്ടുള്ള സമയമാണ് ഈ ജൂൺ മെയ് മാസങ്ങളിലൊക്കെ. അതുകൊണ്ട് പല കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ മംഗല്യം, വിവാഹമായിട്ടൊക്കെ ചിന്തനമൊക്കെ നടത്തിയിരുന്നവർക്ക് വിവാഹകാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾ ധാരാളം ദൂരയാത്രകളും ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ സാംക്രമിക രോഗങ്ങളൊക്കെ, പകർച്ചവ്യാധികളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള വ്യാധികൾ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കുക. കഴിയാവുന്ന നോൺ വെജുകൾ ഒഴിവാക്കുക, മാംസാഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. ഒരു വെജിറ്റേറിയൻ ഫുഡിലേക്ക് മടങ്ങുന്നതായിരിക്കും ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ സർവകാര്യ വിജയത്തിനും ആരോഗ്യ തൃപ്തിപ്പെടാനൊക്കെ ആയിട്ട്, ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷങ്ങൾ കാഠിന്യം കുറയാനൊക്കെ ആയിട്ട് ബുധനാഴ്ചകളിൽ വ്യാഴാഴ്ചകളിൽ ഗണപതി ക്ഷേത്രം ദർശിക്കുക. അതുപോലെ ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രമോ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവും ദർശിക്കുന്ന ഗുണപരമാണ്. വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ദേവീക്ഷേത്രം ദർശിക്കുന്നതും ഉത്തമമാണ്. എന്നാലും കഴിയാവുന്നതും ബുധനാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രവും വെള്ളിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്രവും ഒക്കെ ദർശിച്ച് ഉചിതമായ വഴിപാടുകളൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞത് പൊതുവേ നിങ്ങൾക്ക് കുറച്ച് ഭഗവാന്റെ കാരുണ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ദിവസം പോയാൽ മതി. ഇന്ന ദിവസമൊന്നും എടുത്തു പറയുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് ഇപ്പോൾ പോവുക. ദേവിയുടെയോ ഭഗവാന്മാരുടെയോ ഒക്കെ ക്ഷേത്രം ഈ പറഞ്ഞതിൽ പ്രത്യേകിച്ച് കൃഷ്ണഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുക, ഗണപതി ക്ഷേത്രം ദർശിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.